ഹായ് ബ്യൂട്ടീസ്, നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വലിയ പാക്കുകളോ അല്ലെങ്കിൽ വലിയ ഹെയർ പാക്സോ വലിയ വലിയ പാടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾ ഈ ഒരു 1 വീക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നിട്ട് പോലും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഹെയർ ഫോൾ നല്ല രീതിക്ക് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രൂഫ് ഞാൻ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. എന്താണ് പറയുക, നമ്മൾ നമ്മുടെ ഹെയറിന് റെഗുലർ ആയിട്ട് ഒരു ചെറിയ രീതിയിലുള്ള ഹെയർ ആയാലും മതി, നമ്മൾ ഒരു മുടിക്കൊരു കെയർ കൊടുക്കുക. അതായത് ജസ്റ്റ് ഞാൻ പറഞ്ഞ പോലെ രാവിലെ എണീക്കുക, കുറച്ച് വെള്ളം കുടിക്കുക, കുറച്ച് മെഡിറ്റേഷൻ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ മൈൻഡും ബോഡിയൊക്കെ ഒന്ന് റിലാക്സ് ആകും. പിന്നെ ബാലായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക, സ്കാൽപ്പിന് ജെന്റിൽ മസാജ് കൊടുക്കുക, ഡീറ്റാങ്കിൾ ചെയ്യുക, ഹെയർ കോംബ് ചെയ്യുക, ഓയിൽ ചെയ്യുക. അപ്പോൾ എക്സസ് ആയിട്ട് ഓയിലൊന്നും ചെയ്യേണ്ട. വീക്കിലി ഒരു 3 ടൈംസ് ഡ്രൈ സ്കാൽപ്പ് ഉള്ളവർ, ഓയിലി സ്കാൽപ്പ് ഉള്ളവർ 2 ടൈംസ് ചെയ്താലും മതി. നമ്മുടെ ഹെയറിൻ്റെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആൻഡ് മോയിസ്റ്റൻ ആയിട്ട് കീപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഹെയറും നല്ല ക്ലീൻ ആൻഡ് സോഫ്റ്റ് അല്ലെങ്കിൽ മോയിസ്റ്റൻ ആയിട്ട് സൂക്ഷിക്കുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഹെയർ ഡാമേജ് ഒരുപാട് കുറയും. ഹെയർ അധികം അങ്ങനെ ഡാമേജ് ആയോ ബ്രേക്ക് ആയോ ഒന്നും പോകില്ല. അതുവഴി തന്നെ നമുക്ക് ഡാൻഡ്രഫും ഹെയർ ഫോളും ഒക്കെ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് പറ്റും. സീരിയസ്ലി പറഞ്ഞാൽ എനിക്ക് നല്ല രീതിക്ക് ഹെയർ ഫോളും കുറഞ്ഞിട്ടുണ്ട്, ഡാൻഡ്രഫും കുറഞ്ഞിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ലോങ് വീഡിയോയിൽ ഈ കാര്യം എടുത്ത് പറയണം എന്ന് വെച്ചിട്ട് തന്നെ വീഡിയോ ചെയ്തത്. എൻ്റെ ഹെയർ ഫോൾ ഞാൻ പറഞ്ഞ പോലെ വീഡിയോൻ്റെ ലാസ്റ്റ് കാണിക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾ എത്ര പേര് ജോയിൻ ആയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്ക് എന്തായാലും ഈ ഒരു 30 ഡേയ്സിൽ നമുക്ക് എന്താണ് റിസൾട്ട് കിട്ടാന്ന് നമുക്ക് നോക്കാം. പിന്നെ ഈ പറയുന്ന എനിക്ക് ഹെയറിന്റെ ലെങ്ത് എടുക്കാനായിട്ട് എൻ്റെ ടേപ്പോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഞാനൊരു വഴി കണ്ടു വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു വീഡിയോയിൽ എനിക്ക് ആഡ് ആക്കാൻ ഇന്നത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് പറ്റില്ല. കാര്യം ഇപ്പൊ തന്നെ ഒരുപാട് ലേറ്റ് ആയിട്ടാണ് ഞാൻ വീഡിയോ എടുക്കാനായിട്ട്. നമ്മുടെ ഈ ഒരു 1 വീക്കിൽ നമ്മൾ ഫോളോ ചെയ്ത കാര്യങ്ങൾ ഒന്നും കൂടി ഞാൻ ഒന്ന് പറഞ്ഞുതരാം. നമ്മൾ ഡെയിലി മോർണിംഗ് റുട്ടീൻ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്ത് ചെയ്യുക, മുടി നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്തെടുക്കുക. മാക്സിമം കൈ കൊണ്ട് തന്നെ ജടയും കാര്യങ്ങളൊക്കെ കളയാൻ പറ്റുമെങ്കിൽ അത് ചെയ്യുക. അതിനുശേഷം നന്നായിട്ട് സ്കാൽപ്പിന് നല്ല രീതിക്ക് ഒരു ജെന്റിൽ മസാജ് കൊടുക്കുക. ഭയങ്കര ഹാർഷായിട്ട് റബ്ബ് ചെയ്തിട്ട് മസാജ് കൊടുക്കരുത്, ഒരു ജെന്റിൽ മസാജ് കൊടുക്കുക. പിന്നെ മെഡിറ്റേഷൻ ഇൻ ദ സെൻസ്, നമുക്ക് ലോങ് ബ്രീത്ത് എടുക്കുക, റിലീസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ബോഡിയും നമ്മുടെ മൈൻഡ് നല്ല റിലാക്സ് ആവും കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ബാലായാമാണ്. അതും നമ്മൾ ഡെയിലി മോർണിംഗ് റുട്ടീനിൽ ചെയ്യുക. ഡെയിലി മോർണിംഗ് ഈവനിങ് ഒന്നും ചെയ്യണമെന്ന് പറയുന്നില്ല. ഒരു ദിവസം ഒരു 3 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 മിനിറ്റ്സ് ഒക്കെ ബാലായം ചെയ്താൽ നല്ലതാണ്. ഓവറായിട്ട് ബാലായം ചെയ്യാനും പാടില്ല. എസ്പെഷ്യലി BP പേഷ്യൻസ്, പ്രഗ്നൻസി ആയിട്ടുള്ള പ്രഗ്നന്റ് ലേഡീസ് ഒക്കെ ഡോക്ടർ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രമേ ബാലായം പോലുള്ള, അതായത് ഓവർ സ്റ്റിമുലേറ്റഡ് ആകുന്ന രീതിയിലുള്ള പ്രോസസ്സ് ഒക്കെ ചെയ്യാവുള്ളൂ. ഓക്കെ. പിന്നുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, അപ്പോൾ പിന്നെ ധാരാളം ഒരുപാട് വെള്ളം കുടിക്കാൻ. നമ്മൾ എത്രത്തോളം വെള്ളം കുടിക്കാമോ അത്രത്തോളം നല്ലത്. എന്ന് പറഞ്ഞാൽ എക്സസ് ആയിട്ട് വെള്ളം കുടിക്കുന്നതും ദോഷമാണ്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നമ്മൾ വെള്ളം കുടിക്കുക. നമ്മുടെ സ്കിൻ ഗ്ലോ ആക്കാനും നമ്മുടെ ഹെയറിന് ഗ്രോത്തിനും നല്ലതാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് നമ്മുടെ കറിവേപ്പില നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ പറ്റുമെങ്കിൽ, ഈ കറിവേപ്പിലയും മോരും ഉണ്ടല്ലോ, മോരിനകത്ത് കറിവേപ്പില അരച്ചിട്ട് ഇട്ടിട്ട് അങ്ങനെ കുടിക്കാം. അതുപോലെ ഈ നെല്ലിക്ക, അതുപോലെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഫുഡ് ഐറ്റംസ് നിങ്ങൾ കൂടുതൽ കഴിക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. പിന്നെ മെയിനായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് വൈറ്റമിൻ D നമ്മുടെ ഹെയർ ഗ്രോത്തിന് ആവശ്യമാണ്. സോ അത് ഡയറക്റ്റ് സൂര്യന്റെ വെട്ടത്തിൽ പോയി നിൽക്കണം എന്നൊന്നും പറയില്ല. നമുക്ക് ജനലുണ്ടെങ്കിൽ അതിന്റെ ഗ്ലാസ്സിൽ കൂടിയോ, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് അടിക്കാത്ത രീതിയിൽ നമുക്ക് പോയി സൺലൈറ്റ് കൊള്ളാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ രാവിലത്തെ ഇളം വെയിൽ അല്ലെങ്കിൽ വൈകിട്ടത്തെ ഇളം വെയിൽ ഇത് പോയി നമുക്ക് സൺലൈറ്റ് കൊള്ളാം. സോ അതിൽ നിന്നൊക്കെ നമുക്ക് വൈറ്റമിൻ D നമ്മുടെ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്തെടുക്കാം. അത് നമ്മുടെ ഹെയർ ഗ്രോത്തിന് നല്ലതാണ്. പിന്നെ പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരുപാട് ഭയങ്കര എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ഡാൻഡ്രഫ്, ഭയങ്കരമായിട്ട് താരൻ. ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ സ്കാൽപ്പിൽ ഭയങ്കര ഫ്ലേക്സ് ഒക്കെ ഭയങ്കരമായിട്ട് ഇളകി വരുന്നുണ്ട്. സ്കാൽപ്പേ ഇങ്ങനെ പൊളിഞ്ഞിളകി വരുന്നൊരു അവസ്ഥയിലായിരുന്നു നമ്മുടെ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്ത ഫസ്റ്റ് ഡേ എൻ്റെ ഹെയർ ഉണ്ടായിരുന്നത്. എൻ്റെ സ്കാൽപ്പ് നിങ്ങൾക്ക് കണ്ടറിയായിരിക്കും, നല്ല മാറ്റമുണ്ട്. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിംഗേ ഇല്ല. അതായത് ഡാൻഡ്രഫ് എനിക്ക് കാണാൻ കൂടി പറ്റാത്തൊരവസ്ഥയിലാണ്. അത്രയ്ക്ക് എനിക്ക് മാറ്റമുണ്ട്. ഞാൻ ഒട്ടും തന്നെ സത്യം പറഞ്ഞാൽ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ടാക്കുമ്പോൾ എനിക്ക് ഇത്രയും മാറ്റം എനിക്ക് ഉണ്ടാകുമോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. അതായത് ഈ ഒരു 30 ദിവസം നോർമലി ഒരാൾ, അതായത് ഇപ്പം സാധാരണ യൂട്യൂബേഴ്സ് അവർക്ക് വ്യൂസ് അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഈ പറയുന്ന കണക്ക് റീച്ച് ആകാനായിട്ടൊക്കെ അവർ വീഡിയോസ് ഇട്ട് പരീക്ഷിക്കാറുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെ ഒരു പരീക്ഷണമായിട്ടല്ല ഈ ഒരു കൺസിസ്റ്റൻസി ചലഞ്ച് എടുത്തത്. എനിക്ക് എന്നെ തന്നെ സ്വന്തമായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു ചലഞ്ച് എടുത്തത് കേട്ടോ. സോ എനിവേ ഒരു 30 ഡേയ്സ് ഇതിന് വേണ്ടിയിട്ട് എഫേർട്ട് ഇട്ട് നോക്കാം. ഇത്രയും നാളുള്ള ചലഞ്ച് സത്യം പറഞ്ഞാൽ എനിക്ക്
ഭയങ്കര സീരിയസ് ആയിട്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 7 ഡേയ്സ് ചലഞ്ച് എടുത്താൽ കൂടി ഞാൻ അതിൽ ഒരു ദിവസമെങ്കിലും മടി കാണിക്കും. പക്ഷേ ഈ ഒരു 30 ഡേയ്സിൽ ഇപ്പം നമ്മൾ ഓൾമോസ്റ്റ് 8 ഡേ ആയി, ഇന്ന് 8ാമത്തെ ദിവസമാണ്. ഇത്രയും ദിവസം ഞാൻ എൻ്റെ ഹെയർ ഗ്രോത്ത് ജേർണിയിൽ ഞാനൊരു മടി കാണിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഭയങ്കരമായിട്ടുള്ള ഒരു പാക്കോ കാര്യങ്ങളൊന്നും അപ്ലൈ ആക്കിയിട്ടില്ല. നമുക്ക് നോർമലായിട്ട് നമ്മുടെ ത്രൂ ഔട്ട് ദി ലൈഫ് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള എന്താണ് ടിപ്സുകളാണ്, നമ്മൾ ഹെയർ കെയർ റുട്ടീനാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല, വലിയ മടി പിടിക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നൈറ്റ് നമ്മൾ ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ്, മുടി ഇത് പറഞ്ഞ കണക്ക് ഒരു ജെന്റിൽ മസാജും കാര്യങ്ങളൊക്കെ കൊടുക്കുക. ഇൻവേർട്ടൺ രീതിയിൽ നിങ്ങൾക്ക് മസാജ് ചെയ്യാമെങ്കിൽ, അതായത് മുടി ഇങ്ങനെ മുന്നിലേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്യാമെങ്കിൽ അത്രയും നല്ലത്. സോ ആ ഒരു രീതിയിലും നിങ്ങൾക്ക് രാത്രി നൈറ്റ് കിടക്കുമ്പോൾ മുടി ഇങ്ങനെ മുന്നിലേക്ക് ഇട്ടിട്ട് മസാജ് ചെയ്യാം കേട്ടോ. അപ്പം അങ്ങനെ നമുക്ക് ചെയ്ത് ഒരു ജെന്റിൽ മസാജ് ഒക്കെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മുടിയൊന്നും ബൺ സ്റ്റൈലോ ബ്രെയ്ഡ് സ്റ്റൈലോ കേട്ടാം. ഞാൻ കൂടുതലും ബൺ സ്റ്റൈലാണ് പ്രിഫർ ചെയ്യുന്നത്. കാര്യം ഞാൻ പണ്ട് തൊട്ടേ അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇങ്ങനെ മുടി പിന്നി കെട്ടിയാലേ മുടി വളരുമെന്ന്. പക്ഷെ കുട്ടിക്കാലത്തൊക്കെ, അതായത് ഒരു 10th വരെയൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല ഉള്ളും നീളമുള്ള മുടിയായിരുന്നു. എൻ്റെ മുടി ഭയങ്കര സ്ട്രെയിറ്റ് ഹെയർ ആയിരുന്നു കേട്ടോ. ഒരു ചുളിവ് ഇങ്ങനെ ഒരു ചുരുളക്കം പോലില്ലേ, എൻ്റെ മുടി ഉണ്ടല്ലേ, നല്ല ചുളുക്കുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഒരു ഏജ് എത്തിയപ്പോഴേക്കും മുടിയുടെ ലെങ്ത് വെക്കുന്നതനുസരിച്ച് മുടിയുടെ തുമ്പ് ഇങ്ങനെ ചുരുളാനായിട്ട് തുടങ്ങി. പിന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ഡെയിലി ഈ മുടി പിന്നി ഇടുന്ന ടൈമിലാണ് എൻ്റെ മുടി ഇങ്ങനെ ചുള്ളുന്നതെന്ന് എനിക്ക് മനസ്സിലായി. സോ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ഹെയർ ആണ് ഇഷ്ടമുള്ളത്, നല്ല ലോങ് ആയിട്ട് വളരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബൺ ഹെയർ സ്റ്റൈൽ തന്നെ നോക്കിക്കോളൂ കേട്ടോ. ഇങ്ങനെ പിന്നി തന്നെ കെട്ടിയാലേ മുടി വളരുന്നില്ല, ഹെയർ ഡാമേജ് കുറയ്ക്കും പിന്നി കെട്ടുമ്പോൾ. പക്ഷെ ഇങ്ങനെ ബൺ സ്റ്റൈലായിട്ട് ലൂസായിട്ട് ബൺ ഹെയർ സ്റ്റൈൽ കെട്ടിയാലും അങ്ങനെ ഹെയർ ഡാമേജ് ആകുമൊന്നുമില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി കേട്ടോ. അതിനി ഞാനെന്നല്ല, ഏതൊരു അഡ്വൈസർ പറഞ്ഞാലും നിങ്ങൾക്ക് എന്താണോ ഓക്കെ അത് മാത്രം ഫോളോ ചെയ്യുക. ഓക്കെ. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് ജേർണിയിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഹെയർ കെയർ ടിപ്സ് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. എന്താണെന്നറിയില്ല ഗൈസ്, ഭയങ്കര എനിക്കൊരു വീഡിയോ എടുക്കാൻ ഒരു മൂഡില്ല, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഭയങ്കര ഇങ്ങനെ തളർന്ന് സംസാരിക്കുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ഹെയർ കെയർ ജേർണിയിൽ നമ്മൾ ഈ ഒരു 1 വീക്ക് ചെയ്തത്. ഇതേ കാര്യങ്ങൾ ഈ മോർണിംഗ് റൂട്ടീനും നൈറ്റ് റൂട്ടീനും ഇതുപോലെ ഫോളോ ചെയ്യുക. പിന്നെ ഇടയ്ക്ക് നമ്മളിനി ഹെയർ പാക്സ് ഒക്കെ കൊണ്ടുവരുന്ന ദിവസമാണ് ഈ ചലഞ്ച്, എസ്പെഷ്യലി ഹോസ്റ്റലേഴ്സിന് വേണ്ടിയിട്ടുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതലും ഒരുപാട് ഹെയർ പാക്സ് ഒന്നും ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തത്. മാത്രമേ എന്തൊക്കെ ഹെയർ പാക്സ് കാര്യങ്ങളൊക്കെ അപ്ലൈ ആക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞുതരാം. അപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഹെയർ പാക്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞോളൂ, നമുക്കത് ട്രൈ ചെയ്ത് നോക്കാം. സോ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത്, നമ്മുടെ ഹെയർ ഫാള് എങ്ങനെ ഉണ്ടെന്നത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഒരു ഹെയർ ഫാൾ ജേർണി എന്ന് പറയുന്നത്. എനിക്ക് നല്ല എന്താ പറയുക, ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് അത്ര നല്ലൊരു രീതിയിലുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു 1 വീക്കിൽ തന്നെ. സോ നമ്മുടെ ജേർണി ഇനിയും സൂപ്പറായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഒരു 30 ഡേയ്സ്, അതാണ് നമ്മുടെ എയിം എന്ന് പറയുന്നത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ബാക്കിയൊക്കെ വരുന്നെടുത്ത് വെച്ചല്ലേ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ ഇഷ്ടമെങ്കിൽ, നമ്മുടെ ഹെയർ കെയർ ടിപ്സ് ഒക്കെ യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഇനിയും നമുക്ക് ഹെയർ കെയർ, സ്കിൻ കെയർ, ഡെയിലി ലൈഫ് വ്ലോഗ്സ്, എൻ്റർടൈൻമെൻറ്റ് വീഡിയോസ്, ചലഞ്ചിങ് വീഡിയോസ് ഒക്കെ ഒരുപാട് ഐറ്റംസ് നമ്മുടെ ഇതിന് പുറകിലായിട്ട് വരുന്നുണ്ട്. സോ സ്റ്റേ ട്യൂൺ. ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ. Bye bye.